തിരുവോണത്തിന് അന്ന് ഉച്ചയ്ക്ക് ചോറും കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. വൈകിട്ടായിട്ടോ പോകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പുറത്തെത്തിയപ്പോൾ നല്ല തിരക്ക്. പിന്നെന്താ നോക്കിയപ്പോൾ നബിദിനാണ്. അപ്പോൾ പിന്നെ മലപ്പുറം ആയത് പിന്നെ പറയും വേണ്ടല്ലോ, മുസ്ലിംസുകളുടെ ഒരു ഏരിയ ആണല്ലോ, നല്ല തിരക്കാണ്. ഇത് കാക്കഞ്ചേരിയാണ്. കാക്കഞ്ചേരി അടുത്താണ് ഏട്ടൻ്റെ വീട്, പള്ളിക്കൽ ബസാർ. മലബാർ ഗോൾഡിൻ്റെ ബിൽഡിംഗ് ആണിത്. ഞങ്ങൾ പോകുന്നത് NHന്റെ സൈഡിൽ സർവീസ് റോഡിൽ കൂടി കേട്ടോ. എന്നിട്ട് പിന്നെ NHലേക്ക് കയറി. ഇപ്പം ഞാൻ വൈകുന്നേരം ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു സൂര്യനെയൊക്കെ കാണാം. അപ്പോൾ അത് കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ ദേ ഇരുടായി തുടങ്ങി പോകുമ്പോൾ. എൻ്റെ വീട്ടിലേക്ക് 22 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഹൈലൈറ്റ് മോളിൽ കൂടെ കയറിയിട്ടാണ് പോയത്. അവിടെ എത്തിയപ്പം പാർക്കിങ്ങിന് ഒടുക്കാത്ത തിരക്കാണ്. ഓണവും നബിദിനും എല്ലാം അല്ലേ, അപ്പം എല്ലാ ആൾക്കാരും പുറത്തിറങ്ങി കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അവിടേക്ക് കടക്കാനായപ്പോൾ കണ്ടില്ല എന്ത് രസമാണ്, സൈഡിലൊക്കെ ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട്. ഹൈലൈറ്റ് മോൾ മൊത്തം തിളങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അകത്ത് എത്തിയപ്പോൾ എന്തോ മാവേലി കിടക്കുന്നു, മാവേലി ഉണ്ട് നിൽക്കുന്നത്. പിന്നെ അതേ അവിടെ സൈഡിലായിട്ട് പൂ ഇട്ടിട്ടുണ്ട്. ഈ ഹൈലൈറ്റ് മോളിൻ്റെ 10 ഇയർ ആനിവേഴ്സറി ആണെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെയാണ് അവിടെ മൊത്തത്തിൽ പൂവിട്ട് വെച്ചിട്ടുണ്ട്. ഇയർ ഓഫ് സെലിബ്രേഷൻ ഓഫ് ഹൈലൈറ്റ് മോളിൽ നിന്ന് കണ്ട് 10th ഇയർ ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേന്നാട്ടത്. പിറ്റേന്ന് ഇതേ മക്കൾ രാവിലെ തന്നെ കളി തുടങ്ങി. തിരുവോണത്തിൻ്റെ അന്ന് അനിയത്തിയും ഹസ്ബൻഡും മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ്റെ കളിക്കുന്ന സാധനങ്ങളാട്ടോ അത് എടുത്ത് കളിക്കുന്നത്. ഇവിടെ നിന്ന് കുറേ കളിച്ചു. പിന്നെ കുറേ മതിലിൻ്റെ മുകളിൽ നിന്ന് മണ്ണൊക്കെ എന്തൊക്കെയോ കൂട്ടി കുഴച്ച് കളിക്കുകയാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ സദ്യ കഴിഞ്ഞപ്പോൾ പിന്നെ പിറ്റേന്ന് അവിട്ടത്തിൻ്റെ അന്ന് മന്തി വാങ്ങി. അപ്പോൾ അതേ മന്തിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒന്ന് കാന്താരി മന്തി, ഒന്ന് നോർമൽ മന്തിയാണ് വാങ്ങിയത്. എന്തായാലും തലേന്ന് മൊത്തം പണിയായപ്പോൾ പിന്നെ വിചാരിച്ച, അമ്മ പറഞ്ഞു നമുക്കിന്ന് വാങ്ങാം, എന്നാൽ അതല്ലേ നല്ലത്, മെനക്കെടണ്ടല്ലോ വല്ലാതെ, മക്കളൊക്കെ ആയിട്ട് കുറച്ച് നേരം കളിച്ച് നടക്കാമല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ കളി തുടങ്ങി കേട്ടോ. പൂളിൽ വെള്ളം നിറയ്ക്കുന്നതിന് പകരം കളിക്കുന്ന സാധനങ്ങൾ നിറച്ചാണ് കളി ഇവിടെ. പിന്നെ അയാനാണെങ്കിലോ ഒരു RC കാർ ഉണ്ടായിരുന്നു, അത് മോൻ്റെതാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയി. എല്ലാവരും കൂടെ പുറത്തു പോയി തിരിച്ചു വന്നു. അമ്മച്ചനും പേരക്കുട്ടികളും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പം അന്നത്തെ അവിട്ടത്തിൻ്റെ വിശേഷത ഇതാണ്. ദേ കണ്ടില്ലേ, 3 ആളും അമ്മച്ചൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞങ്ങളെ അവിട്ടത്തിൻ്റെ അന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷം. അടുത്ത വിശേഷം ഞാൻ വഴിയിടുന്നതാട്ടോ.